ഹലോ, എല്ലാവർക്കും നമസ്കാരം. സുഖം എല്ലാവർക്കും. ഇവിടെ നമ്മൾ സുഖമായിട്ടിരിക്കാൻ കേട്ടോ. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പഴങ്ങളിലെ കേമനയാണ്, അഥവാ ഫ്രൂട്ട്സിലെ കേമനയാണ്. മാതളം, പോമഗ്രാനേറ്റ് എന്നൊക്കെ പറയുന്ന ആ ഒരു പഴം ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇപ്പം നിങ്ങൾക്ക് ചോദിക്കാം, ഇതിനിപ്പോൾ എത്രമാത്രം എന്താ പരിചയപ്പെടുത്താനുള്ളത് എന്നല്ലേ. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളെല്ലാവരും പോമഗ്രാനേറ്റിൻ്റെ ഉള്ളിലത്തെ ആ മണികളെ എടുക്കുമ്പോൾ പലർക്കും അബദ്ധങ്ങൾ പറ്റാറുണ്ട് അല്ലേ. അതായത് നമ്മൾ നടുവിൽ കൂടെ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിലിരിക്കുന്ന ആ മണികളിൽ കൂടെ കത്തി പോകുമ്പോൾ അതിൻ്റെ ജ്യൂസ് പോവാറുണ്ട്. ചിലപ്പോൾ അത് ഒന്നിനും കൊള്ളാതെ ആവാറുണ്ട്. ഒരു 2, 3, 4, 5 മണി നമ്മുടെ കയ്യിൽ നിന്ന് വേസ്റ്റ് ആവാറുണ്ട് അല്ലേ. അതേപോലെ തന്നെ ചിലവർ അതിനെ നടുവിലൂടെ മുറിച്ച് അങ്ങനെ ഒന്ന് മലർത്തുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കുരുക്കളൊക്കെ നമുക്ക് കിട്ടും. ചിലവരെന്ത് ചെയ്യും, അതിനെ കമത്തി വെച്ചിട്ട് ഇങ്ങനെ തല്ലി ചെയ്യും. അപ്പോൾ ഒരുപാട് ജ്യൂസ് നഷ്ടമാവും. അപ്പോൾ വെറും ഒരു ചണ്ടി പോലെയായില്ലേ, അപ്പോൾ അതിൻ്റെ ഗുണങ്ങളും പോകും. അപ്പോൾ ഇനിമേൽ അങ്ങനെ ചെയ്യേണ്ട. നമ്മുടെ പ്രിയപ്പെട്ട വസ്തിമമ്മി നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് മാതളം അഥവാ പോമഗ്രാനേറ്റ് എങ്ങനെയാണ് ഒരു മണി പോലും നഷ്ടപ്പെടുത്താതെ, ഒരു മണിയുടെ ജ്യൂസ് പോലും പോവാതെ എങ്ങനെയാണ് ആ മണികൾ എടുക്കുക എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട വസ്തിമമ്മി കാണിച്ചു തന്നിട്ടുള്ളത്. പിന്നെ ഇത്രത്തോളം ഞാൻ പറയുന്നുണ്ട്. ഒന്നാമത് അതിന് ലേശം വില കൂടുതലാണ്, അപ്പോൾ നമുക്ക് ഒരു മണി പോലും നഷ്ടപ്പെടുത്തും വേണ്ട. രണ്ടാമത് അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് അതിൻ്റെ തൊലി തന്നെയാണ്. ആ തൊലി നമ്മൾ ഉണക്കി സൂക്ഷിച്ച് വെക്കുക. നമ്മൾക്ക് ആർക്കെങ്കിലും വയറിന് ലൂസ് മോഷനോ അല്ലെങ്കിൽ ചിലർക്ക് ബ്ലഡ് പോവാന്ന് പറയില്ലേ, ബ്ലഡ് പോവ്, വയറുവേദനയൊക്കെ വരുവാണെങ്കിൽ വീട്ടിലുണ്ടാവുന്ന മോരില്ലേ, ആ മോര് നമ്മൾ കാച്ചില്ലേ, ആ കാച്ചുന്ന മോരിൽ ഒരു 2-3 പീസ് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കാച്ചിയെടുക്കുക. എന്നിട്ടൊന്ന് അരിച്ചിട്ടത് കുടിക്കുക. സ്വിച്ച് ഇട്ട പോലെ നിൽക്കും കേട്ടോ, യാതൊരു സംശയവുമില്ല. അതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. പിന്നെ അതിൻ്റെ തൊലിക്ക് ഇത്ര ഗുണമാണെങ്കിൽ പിന്നെ അതിൻ്റെ മണിക്ക് ഗുണം ഉണ്ടാവാതിരിക്കുമോ? അതിൻ്റെ മണികളെ പറ്റി പറയുകയാണെന്ന് വെച്ചാൽ ക്യാൻസർ തടയുന്നതിന്, ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നതിന്, ബ്ലഡ് പ്രഷർ കുറയ്ക്കുകയല്ല കൺട്രോൾ ചെയ്യുന്നതിന്, പിന്നെന്താ വൈറ്റമിൻ ഒരുപാടുള്ളതാണല്ലേ. എനിക്ക് ശരിക്കും അങ്ങോട്ട് കുറേ കാര്യങ്ങൾ ഓർമ്മ വരുന്നില്ല. ഞാൻ വീഡിയോയിലൂടെ മെല്ലെ ഞാൻ ഇത് പറയാം അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് പ്രിയപ്പെട്ട വസ്തിമമ്മി കാണിച്ചു തന്നിട്ടുള്ള ഈ പോമഗ്രാനേറ്റ് അഥവാ മാതളം എങ്ങനെയാണ് ഒരു മണി പോലും നഷ്ടപ്പെടുത്താതെ, ഒരു മണിയുടെ ജ്യൂസ് പോലും പുറത്തു പോവാതെ എങ്ങനെയാണ് അത് മുറിച്ചെടുക്കണമെന്നുള്ളത് കാണാം. നമുക്ക് നമ്മളുടെ പ്രിയപ്പെട്ട വസ്തിമമ്മി കാണിച്ചു തന്നിട്ടുള്ള ആ വീഡിയോയിലേക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോയാലോ. ഇതാണല്ലോ മാതളം അഥവാ പോമഗ്രാനേറ്റ്. ഇതിൻ്റെ ഉള്ളിലത്തെ മാതള മണികളാണ് നമുക്ക് യാതൊരു പരിക്കും കൂടാതെ പുറത്തേക്ക് എടുക്കേണ്ടത് അല്ലേ. അതിന് വേണ്ടി ഞാൻ ഈ മാതളത്തിൻ്റെ മുകൾ ഭാഗത്ത് ഒരു വര വരച്ചിട്ടുണ്ട്. അത് എന്തിനാണെന്ന് പറഞ്ഞു തരാം. ഒരു പാത്രം എടുക്കുക. ആ പാത്രം മാത്രം പോരാ, പാത്രത്തിൽ കുറച്ച് പച്ചവെള്ളവും എടുക്കുക. അതിലേക്ക് മുക്കിയിട്ട് വേണം അതിൻ്റെ മുകൾ ഭാഗം മുറിച്ച് മാറ്റാൻ കേട്ടോ. ഇതുപോലെ മുകൾ ഭാഗം മുറിച്ച് മാറ്റിക്കഴിഞ്ഞാൽ 4 ഭാഗത്തും ഓരോ വര വരയ്ക്കാം നമുക്ക്. വരച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെ അടർത്തി മാറ്റാം. അടർത്തി മാറ്റുമ്പോൾ കുറച്ച് ബലം പ്രയോഗിച്ച് അടർത്തി മാറ്റിയാലും കുരുക്കൾ, അതായത് മാതള മണികൾ ഒട്ടും തന്നെ ചതയോ അരയോ അതിൽ നിന്ന് ജ്യൂസ് വരുമോ ഒന്നും ചെയ്യില്ല കേട്ടോ. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, വെള്ളത്തിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ നമ്മളിങ്ങനെ ചെയ്യണം കേട്ടോ. നമുക്ക് ഓരോ തൊലിയിലെയും മാതള മണികൾ നമുക്ക് മാറ്റിയെടുക്കാം. ഈ തൊലിയാണ് നമ്മൾ ഉണക്കി സൂക്ഷിച്ച് വെക്കാൻ ഞാൻ പറഞ്ഞത്. വയറിനൊക്കെ വളരെ നല്ലതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഈ തൊലിയെല്ലാം ഉണക്കി നമുക്ക് സൂക്ഷിച്ച് വെക്കാം. നമുക്ക് തൊലിയെല്ലാം മാറ്റാം കേട്ടോ. ഒരുപാട് ഫൈബറും ഇതൊക്കെ ഉള്ളതാണ് കേട്ടത്. എന്നിട്ട് നമുക്ക് അതിനൊന്ന് അരിച്ചെടുക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള മാതള മണികൾ നോക്കൂ. ആഹാ, എന്ത് രസമല്ലേ കാണാൻ. കൃഷ്ണൻ്റെ കുഞ്ഞിക്കുരു പോലെ ഉണ്ട്.
ഇനി എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഒട്ടും തന്നെ ഒരു ചതയോ അരയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഒരു പാത്രം എടുക്കുക, ആ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് എല്ലാം ആ വെള്ളത്തിൻ്റെ ഉള്ളിൽ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ടുള്ള മാതളമണികൾ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടല്ലേ, അവിടെ തെറിച്ച് ഇവിടെ തെറിച്ച് അത് ചതഞ്ഞു പോയി, അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഇത് അതൊന്നുമില്ല കേട്ടോ, വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടും. പിന്നെ ഇതിൻ്റെ ഗുണങ്ങൾ ഒരുപാടാണ് കേട്ടോ. ഇതിന് കാൽസ്യം മിനറൽസും ഒക്കെ കൂടുതലാണ്. ക്യാൻസറിന് അതുപോലെ യൂറിനറി ഇൻഫെക്ഷനൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നില്ലേ, അത് തടയാൻ ഒക്കെ വളരെ നല്ലതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു.